നമുക്ക് ജെയ്സൺ ചാമോളപ്പിലേക്കൊന്ന് പോകണം. ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. വാർത്തയിലേക്കൊന്ന് പോയി തിരിച്ചു വരാം. തൃശ്ശൂർ ഓട്ടുപാറയിൽ KSRTC സ്വിഫ്റ്റ് ബസ് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് മറിഞ്ഞ് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം എന്നൊരു വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നു. മുള്ളൂർക്കര സ്വദേശികളായ ഉനൈസ് റെയ്ഹാനത്ത് ദമ്പതികളുടെ മകൾ ഫാത്തിമയാണ് മരിച്ചത്. ഗർഭിണിയായ റെയ്ഹാനത്തിനും ഉനൈസിനും പരിക്കേറ്റു. ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. നമുക്കൊപ്പം ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, എപ്പോഴായിരുന്നു സംഭവം? ഇപ്പോൾ ഈ ഉമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഞ്ഞിന് തത്സമയം തന്നെ കുഞ്ഞ് മരിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ജെയ്സൺ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രാവിലെ തന്നെ ആഘോഷങ്ങളുടെ വാർത്തകൾക്കിടയിലാണ് ഒരു ദുഃഖവാർത്ത കൂടി നമുക്ക് പറയേണ്ടി വരുന്നത്. ഇന്ന് ഏകദേശം ഒരു പുലർച്ചെ 1:30 വടക്കാഞ്ചേരി ഓട്ടുപാറയ്ക്ക് ഭാഗത്ത് ഈ സംഭവം ഉണ്ടാക്കുന്നത്. സ്വിഫ്റ്റ് ബസ് പെട്ടി ഓട്ടോറിക്ഷയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. പെട്ടി ഓട്ടോറിക്ഷയിലായിരുന്നു ഈ അമ്മയും അതുപോലെ തന്നെ പിതാവും അതുപോലെ ഈ കുഞ്ഞും ഉണ്ടായിരുന്നത്. ബസ് വന്നിടിച്ച് അപ്പോൾ തന്നെ ഈ പെട്ടി ഓട്ടോറിക്ഷ മറഞ്ഞു വീണു. അതിപ്പോഴാണ് 4 വയസ്സുകാരിക്ക് അന്ത്യം സംഭവിക്കുന്നത്. അതിവേദനാജനകമായൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഈ 2 പേർക്കും, അതായത് ഉനൈസിനും അതിനെ റെയ്ഹാനത്തിനൊക്കെ പരിക്ക് പറ്റി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതീവ ഗുരുതരമല്ല എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിൽ പോലും ശ്രദ്ധ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്, ജാഗ്രത ആവശ്യമുണ്ടെന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഗർഭിണിയാണ് മാതാവ്. അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഡോക്ടർമാർ ഇപ്പോൾ ചികിത്സ നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ആ 4 വയസ്സുകാരിയുടെ അന്ത്യം കൂടി പറയേണ്ടി വരുന്നത്. അശ്രദ്ധമായി വന്ന് ഇടിച്ചതാണെന്നാണ് ആ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നവർ പറയുന്നത്. പക്ഷേ ഈ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് കാര്യമായ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അപകടം സംഭവിക്കുന്നത് പ്രധാനമായും മരണത്തിനിടയാക്കിയത് ഈ പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു പോയി വീണു. അതിനിടയിൽപ്പെട്ടാണ് ഈ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അരുൺകുമാർ. ഓക്കെ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഈ അപകട മരണങ്ങളുടെ വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു പോകും. തൽക്കാലം